പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കോഴിക്കോട് നടുവട്ടം സ്വദേശിയായ ഫൗസിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട്. റിയാസ്, ഏറെ ദുഃഖകരമുണ്ടാകുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഫൗസിയ മരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് വൈകുന്നേരം 3:45 കണ്ണഞ്ചേരി ടി വി ഷോറൂമിന് മുൻപിൽ വാഹനാപകടമുണ്ടായത്. ഈ ഫൗസിയും സഹോദരി സൈബുന്നീസയും സഞ്ചരിച്ച സ്കൂട്ടറിൽ എതിരെ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഈ ഫറൂഖ് കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് തെറ്റായ ദിശയിൽ അമിത വേഗതയിൽ വന്ന് ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഫൗസിയുടേത് ദാരുണമായ അന്ത്യമാണ്. കാരണം ഈ ഒരു അപകടത്തിൽ ഇവർ ഈ മാറാട് കൈതവളപ്പ് ഭാഗത്തുനിന്ന് വരികയായിരുന്നു, നഗരത്തിലേക്ക് വരികയായിരുന്നു. കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നതിനിടെയാണ് കണ്ണഞ്ചേരി ടി വി ഷോറൂമിന്റെ പരിസരത്ത് എത്തിയ സമയത്ത് എതിരെ വരികയായിരുന്ന ഈ ബസ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്വകാര്യ ബസ് ഇവരെ അമിത വേഗതയിൽ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ ഫൗസിയുടെ തലയിലൂടെ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങി ഹെൽമറ്റ് പോലും തകർന്ന് തരിപ്പണമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ദൃക്സാക്ഷികൾ പറഞ്ഞത് ഇവരുടെ തലയിൽ നിന്നും അവിടെ വെച്ച് തന്നെ വലിയ തോതിൽ രക്തസ്രാവം ഉണ്ടായി എന്നുള്ളതാണ്. തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ആ ഫൗസിയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഫൗസിയുടെ സഹോദരി സൈബുന്നീസയ്ക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു. ഈ വാഹനം അപകടത്തിൽപ്പെട്ട് പുളയുന്നതിനിടെ സൈബുന്നീസയ്ക്ക് ചാടി പുറത്ത് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് സൈബുന്നീസ പിന്നെയും ഗുരുതരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെടാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. ഈ ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് അവിടുത്തെ ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ നേരത്തെ കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ദാരുണമായിട്ടുള്ള ഒരു അപകടത്തിൽ അതീവ ഗുരുതര നിലയിൽ പരിക്കേറ്റ ഫൗസിയ മണിക്കൂറുകൾക്കകം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ശരി, കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോഴിക്കോട് നടുവട്ടം സ്വദേശി ഫൗസിയാണ് മരിച്ചത്. ഫൗസിയുടെ സഹോദരി പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.